വല്ലാണ്ട് അങ്ങ് കുണപ്പിക്കല്ലേ. ഞാൻ എടുത്തിട്ടുള്ള ലീവിന്റെ അത്ര പോലും സർവീസ് നിനക്ക് ആയിട്ടില്ല കേട്ടോ. ഷഹി കബീർ, ജോസഫ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവീഴ പൂഞ്ചിറ തുടങ്ങിയ സിനിമകളിലൂടെ വ്യത്യസ്തമാർന്ന ശക്തമാർന്ന പോലീസ് കഥകൾ മലയാളത്തിന് സമ്മാനിച്ച അനുഗ്രഹീത എഴുത്തുകാരന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ് റോന്ത്. റോന്ത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയാണ് റോന്ത് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പരിചയസമ്പന്നനായ ഒരു പോലീസുകാരനും ദിന്നാദ് എന്ന ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. ഡ്യൂട്ടിക്കിടയിൽ ഇരുവരും എത്തിപ്പെടുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളും നേരിടുന്ന വെല്ലുവിളികളുമൊക്കെയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ തന്റെ സർവീസ് കാലയളവിൽ ഒരു പോലീസുകാരന് മുന്നിലെത്തുന്ന വിവിധ കേസുകളും അന്വേഷണങ്ങളുമാണ് പ്രമേയമായതെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെ ഒരു നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ രണ്ട് പോലീസുകാർ ചെന്നുപെടുന്ന വിവിധ തരത്തിലുള്ള കേസുകളാണ് റോന്ത് സിനിമയുടെ അടിസ്ഥാനം. പോലീസ് ജോലി എത്രത്തോളം കഠിനമാണെന്നും പോലീസുകാർ എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ സിനിമയിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. പൊതുസമൂഹം കരുതും പോലെ AC ഇട്ട് വെറുതെ റോഡിലൂടെ ജീപ്പിൽ കറങ്ങുന്നതല്ല പോലീസ് പട്രോളിംഗ് എന്ന് വീണ്ടും വീണ്ടും ഷഹി കബീർ ഈ സിനിമയിലൂടെ വ്യക്തമാക്കുന്നു. തന്റെ മുൻകാല പോലീസ് സ്റ്റോറികൾ പോലെ തന്നെ തികച്ചും വ്യത്യസ്തമാർന്ന ഒരു സിനിമ തന്നെയാണ് റോന്ത്. രചനയും സംവിധാനവും നിർവഹിച്ച ഷഹീർ കബീർ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നൈറ്റ് പട്രോളിംഗിന് പോകുന്ന രണ്ട് പോലീസുകാർക്കൊപ്പം അദൃശ്യനായ മൂന്നാമനായി അദ്ദേഹം നമ്മൾ പ്രേക്ഷകനെ കൂടെ ഒരു ജീപ്പിൽ കയറ്റിവിടുകയാണ്. ആ ജീപ്പിന്റെ മുരൾച്ച മുതൽ ആ പോലീസുകാർ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും അടുത്തു നിന്ന് അതേ ഗ്രാവിറ്റിയോടെ അനുഭവിക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നു എന്നത് സംവിധായകന്റെ വലിയൊരു വിജയമായി മാറുന്നുണ്ട്. അവരുടെ പേടിയും സങ്കടവും ദേഷ്യവും നിസ്സഹായതയും തുടങ്ങി എല്ലാം അതേ ഇമോഷനിൽ പ്രേക്ഷകർക്കും കണക്ട് ആവുന്നുമുണ്ട്. പക്ഷെ ആകെ തോന്നിയൊരു പോരായ്മ എന്ന് പറയാനാക്കില്ല, സിനിമയുടെ സ്വഭാവം അല്പം ഫ്ലാറ്റായി പോകുന്ന ഒരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഷഹി കബീറിന്റെ രചനയിലെത്തിയ ജോസഫിലോ, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ സിനിമകളിലൊക്കെ കൊളുത്തിക്കിടക്കുന്ന ഒരു യുണീക് ത്രില്ലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് പ്രേക്ഷകനെ വലിച്ചടുപ്പിക്കുന്നില്ല എന്നൊരു ചെറിയൊരു പോരായ്മ മാത്രമാണ് സിനിമയിൽ തോന്നിയത്. പക്ഷെ നമ്മൾ നിത്യം കാണുന്ന പോലീസുകാരുടെ മാനസികവും സാമൂഹികപരവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം തുറന്നു കാട്ടുന്നുമുണ്ട് ഷഹി കബീർ. ദിലീഷ് പോതൻ എന്ന അഭിനേതാവിന്റെ അസാമാന്യ പ്രകടനം തന്നെയാണ് റോന്തിന്റെ പ്രത്യേകത. യോനാസൻ എന്ന പോലീസ് കഥാപാത്രമായി ദിലീഷ് മികച്ചു നിന്നപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ പ്രകടനവുമായി റോഷൻ മാത്യുവും മികവ് പുലർത്തുന്നുണ്ട്. സുധി കോപ്പയുടെ കഥാപാത്രവും രസകരമായിരുന്നു. നിരവധി നല്ല പുതുമുഖങ്ങളെയും ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മനേഷ് മാധവിന്റെ ഛായാഗ്രഹണവും സിനിമയെ മനോഹരമാകുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സിനിമയുടെ സിങ്ക് സൗണ്ടാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകനെ ആദ്യാവസാനം പിടിച്ചിരുത്തും വിധം തന്നെയാണ് റോന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയെ ഒരു പക്ക കൊമേഴ്ഷ്യൽ കണ്ണോടെ കാണുന്നവർക്ക് ഒരുപക്ഷെ ചിത്രത്തിൽ ഒരു പൂർണ്ണതയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അത്തരത്തിലൊരു പൂർണ്ണത കൊടുത്ത് പ്രേക്ഷകനെ രോമാഞ്ചത്തോടെ തിയേറ്ററിൽ വിടാൻ അനുവദിക്കാതെ നിർവികാരതയോടെയും അല്പം വേദനയോടും കൂടിയൊക്കെയാണ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടാണ് സംവിധായകൻ സിനിമ നിർത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. വലിയ ട്വിസ്റ്റുകളും ടേണുകളും ഒന്നുമില്ലാത്ത തിരക്കഥയാണെങ്കിലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്നൊരു ജിജ്ഞാസയോടെയും ആകാംക്ഷയോടെയും അവസാനം വരെ പ്രേക്ഷകന് റോന്ത് കാണാൻ സാധിക്കും. ഉറപ്പായും റോന്ത് ഒരു റഫായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. റോന്ത് തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.